ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി കട്ട്ലറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു വെറൈറ്റി കട്ട്ലറ്റാണ്, ഷവർമ കട്ട്ലറ്റാണ് കേട്ടോ. ഷവർമയുടെ അതേ ഫില്ലിങ്ങൊക്കെ വരുന്ന ഒരു സൂപ്പർ കട്ട്ലറ്റാണ്. കഴിച്ചതിന് നമുക്ക് എന്തായാലും ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ നമുക്ക് മയണൈസോ ടൊമാറ്റോ സോസോ എന്തുണ്ടെങ്കിലും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ നോർമൽ കട്ട്ലറ്റ് കഴിക്കണ പോലെയല്ല, വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മയണൈസ് ഉണ്ടാക്കണം. മയണൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മിക്സിയിൽ ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു നാരങ്ങയുടെ പകുതി ഞാനിതിലൊന്ന് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ മയണൈസിൻ്റെ. അതേപോലെ തന്നെ ഇതിലൊരു 2 നുള്ളു കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 2 നുള്ളു പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ്, അതൊന്ന് കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഞാനത് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് ഓയിൽ ആദ്യം ഒഴിക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ പിന്നെയും കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒത്തിരി ഒഴിക്കേണ്ട. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കുക. അത്യാവശ്യം തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടണം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂൺ അത്രയും മതി. എന്നിട്ട് ഒന്നും കൂടി ഇത് അടിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുക. ഒത്തിരി ലൂസും ആവാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മൾ തിക്കാവുന്നതിന് മുമ്പേ എടുക്കരുത്. തിക്കായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതവിടെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് വേവിച്ചിട്ട്. പിന്നെ അതിനകത്തോട്ട് ഒരു ക്യാരറ്റ് ചേർത്തിട്ടുണ്ട് ചെറിയ പീസാക്കിയിട്ട്. അതേപോലെ ഒരു സവാള, പിന്നെ ഒരു ക്യാബേജ് ഞാനൊരു 1/2 കപ്പോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തതാണ്. ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്ത ചിക്കനാണ്. ചിക്കൻ ഏകദേശം ഒരു 1-1.5 കപ്പ് ഉണ്ടാവും. ചിക്കൻ അത്യാവശ്യം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. ഇനി ചിക്കൻ ഇല്ലാതെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു 1/2 മുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നാരങ്ങ നീര് കുറവുള്ള നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ട് ചേർക്കണം. അത്യാവശ്യം ഒന്ന് ചേർക്കുമ്പോഴേ നമുക്ക് ചെറിയൊരു പുളി കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം. നല്ലപോലെ എല്ലാം മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കയ്യിൽ എണ്ണ തടവിയതിന് ശേഷം കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാൻ പോവാണ്. കയ്യിലൊന്ന് എണ്ണ തടവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ സാധാരണ കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. അത്യാവശ്യം കട്ടിയിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ മയണൈസിലൊക്കെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് കട്ടി കുറവാണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കട്ടിയിൽ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റി വെച്ച് നമുക്കിത് ഇത്രയും കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്യാവശ്യം എണ്ണം ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് മുക്കി പൊരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് മയണൈസ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ നമ്മൾ, അതിനകത്തോട്ട് ഇതൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നമ്മൾ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 2 ഒരാൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഒരു 3 എണ്ണമൊക്കെ ഒന്ന് മയണൈസിൽ മുക്കിയിട്ട് എടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ വെക്കുക. അതിനുശേഷം കൈ കഴുകിയിട്ടാണ് നമ്മൾ ബാക്കി ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ കാരണം മയണൈസിൽ മുക്കിയതുകൊണ്ട് തന്നെ നമുക്ക് അല്ലെങ്കിൽ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ 3 എണ്ണം ഇതേ ചെയ്ത് ബ്രെഡ് ക്രംസിൽ വെച്ചിട്ടുണ്ട്. ഇനി കൈ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ കട്ട്ലറ്റ് ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ബ്രെഡ് ഒന്ന് പൊതിഞ്ഞ് കൊടുക്കുക. ഇതേപോലെ ആദ്യം ഒന്ന് ബ്രെഡ് ഒന്ന് പൊതിഞ്ഞതിന് ശേഷം ഇതേപോലെ ചെയ്താൽ മതി. ഇതെന്ന് പറഞ്ഞാൽ അത്ര പുതിയ റെസിപ്പി ഒന്നല്ല കേട്ടോ. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാനിലാണ് കേട്ടോ ഓയിൽ ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണം ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ടൊരു മീഡിയം ചൂടുള്ളപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇനി ചെയ്തെടുക്കുന്നത്. ഉള്ളൊന്നും അത്ര വേവാനില്ലല്ലോ, നമ്മളെല്ലാം വേവിച്ചതാണ്. പിന്നെ ക്യാബേജും ക്യാരറ്റൊക്കെയാണ് ഉള്ളത്. അതൊന്നും അങ്ങനെ ഒത്തിരി വേവേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടെ എണ്ണയാക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് അങ്ങനെ പൊട്ടി പോകുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ തീ കൂട്ടി വെച്ചിട്ടും ഒരുപാട് കുറച്ച് വെച്ചിട്ടും ഫ്രൈ ചെയ്യരുത്. കാരണം തീ കൂട്ടിക്കഴിഞ്ഞാൽ ബ്രെഡ് ആയതുകൊണ്ട് പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അതുപോലെ തീ കുറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയും കുടിക്കും, അതുപോലെ പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കട്ട്ലറ്റ് പൊട്ടാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതെടുത്ത് മാറ്റാവുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, വലിയ മെനക്കെടൊന്നുമില്ല. നമുക്ക് മസാലയൊന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല സാധാരണ കട്ട്ലറ്റൊക്കെ പോലെ.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ കഴിക്കുമ്പോൾ മയണൈസോ ടൊമാറ്റോ സോസോ എന്തെങ്കിലും സെർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഉള്ളിൽ മയണൈസ് ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. അപ്പോൾ ഞാനിത് മയണൈസിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ മയണൈസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ലൂസായിട്ടുള്ള മയണൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.